സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന രണ്ട് അടിപൊളി ക്രിസ്റ്റ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 2018 മോഡൽ ഏറ്റവും ടോപ്പ് എൻഡ് വരുന്നത് സെഡ് ഓട്ടോമാറ്റിക്. അതേപോലെ 2016 മോഡൽ ഈ ഓപ്ഷനിൽ വരുന്ന മാനുവലാണ് വരുന്നത് കേട്ടോ. ഈ 2018 മോഡൽ സെഡ് ഓട്ടോമാറ്റിക് കിലോമീറ്റർ ഓടിയുള്ളത് 1,76,000 കിലോമീറ്ററാണ്. എ ടു സെഡ് ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആണ് കേട്ടോ. സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ് ഈ രണ്ട് വാഹനങ്ങൾ കേട്ടോ. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ്, മേജർ കംപ്ലൈൻറ്റുകൾ, ഫ്ലഡ് കാര്യങ്ങളെല്ലാം ഒന്നുമില്ല. നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാം. ഈ രണ്ട് വാഹനത്തിലും നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് ഒരാഴ്ചയൊക്കെ നിങ്ങൾക്ക് ചെക്കിംഗ് വാറണ്ടി തരാൻ കഴിയും. ഈ 2018 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. കിലോമീറ്റർ 1,76,000 കിലോമീറ്ററാണ്. എ ടു സെഡ് ഫുള്ള് കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതല്ലേ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാം. സെഡ് ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരാറുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റാണ് വരുന്നത് കേട്ടോ. കീലെസ് എൻട്രി, അതേപോലെ പ്രൊജക്ടർ ഹെഡ്ലാമ്പ്, അതേപോലെ ഇൻറ്റീരിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം. അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ് ഈ വാഹനമുള്ളത്. രണ്ടും ബ്രൗൺ കളറിലാണ് വരുന്നത് കേട്ടോ. അതേപോലെ 2016 മോഡൽ വി ഓപ്ഷനിൽ മാനുവൽ, ഇതും സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. കിലോമീറ്റർ ഓടിയുള്ളത് 1,55,000 കിലോമീറ്ററാണ്. എ ടു സെഡ് ഫുള്ള് കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ് കേട്ടോ. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിലവിലില്ല. ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പക്ക ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം. അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇൻറ്റീരിയർ ഭാഗങ്ങളും ഈ രണ്ട് വാഹനത്തിൻ്റെ ബോഡി കാര്യങ്ങൾ മൊത്തത്തിലൊന്ന് നോക്കിയാലോ. ഈ 2016 ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം. ചെറിയ 1-2 ടച്ചിങ് കാര്യങ്ങളുള്ളൂ. ബാക്കിയുള്ളതൊക്കെ കൂടുതലും കമ്പനി പെയിൻറ്റ് വരുന്ന ഒരു വാഹനം തന്നെയാണ്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 70-80% 4 ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. പുതിയ ഇൻഷുറൻസാണ് വരുന്നത് കേട്ടോ. ഒരു 14 ലക്ഷം IDV പുതിയ ഇൻഷുറൻസാണ് വരുന്നത്. സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ പറയാം. നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. 1-2 ചെറിയ ടച്ചിങ് ഈ വാഹനത്തുമ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടുതലും കമ്പനി പെയിൻറ്റ് വരുന്നൊരു വാഹനം തന്നെയാണ്. വി ഓപ്ഷൻ ആയതുകൊണ്ട് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം തന്നെയാണ്. അതേപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ബാക്ക് സൈഡ് വരുന്നത്. നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ബാക്ക് സൈഡിലും നിങ്ങൾക്ക് ഏതൊരു ഭാഗത്തും കാണിക്കാൻ കഴിയില്ല. ഈ ഒരു ബമ്പർ ടച്ച് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് ബമ്പറും ടച്ച് ചെയ്തിട്ടുണ്ട്. ഡോറിൻ്റെ അടിഭാഗം ചെറുതായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. ഡിക്കി കാര്യങ്ങളൊക്കെ ഒറിജിനൽ പെയിൻറ്റ് വരുന്നൊരു വാഹനമാണ്. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളുള്ളത്. പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യം ഈ ഒരു സൈഡ് ഭാഗത്തില്ല. ഈ വാഹനമൊക്കെ നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് മേജർ ഇഷ്യൂസ് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെക്കിംഗ് വാറണ്ടി നമ്മൾ തരുന്നതാണ് കേട്ടോ. 2016 ഇൻറ്റീരിയർ ഭാഗം നോക്കുമ്പോഴേ രണ്ടും 7 സീറ്റ് വാഹനമാണ് വരുന്നത്. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത്. റൂഫ് കാര്യങ്ങൾ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് കേട്ടോ. സീറ്റ് കവേഴ്സൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവറാണ്. സീറ്റ് കവറിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയ സ്ക്രാച്ച് ഉണ്ട്. വേറെ കമ്പനി സെറ്റ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് വരുന്നുണ്ട്. പുഷ്പട്ട സ്റ്റാർട്ടാണ് വരുന്നത്. സ്റ്റാറിങ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്ക് ഭാഗം സീറ്റ് കവർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ല കേട്ടോ. വി ഓപ്ഷൻ ആകുമ്പോൾ കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റൂഫും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ റൂഫും കാര്യങ്ങളല്ല കേട്ടോ. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്. അതുപോലെ എൻജിൻ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിലേ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അല്ലേ. ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല. ഗ്യാരണ്ടിയാണ്. ഈ വാഹനത്തിൻ്റെ ഒരു ഡോറ് മാത്രം റീപ്ലേസ് ഉണ്ട്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനത്തിൻ്റെ ഈ ഒരു ഡോറ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ കേട്ടോ. ഈ ഒരു ഡോർ റീപ്ലേസിൻ്റെ മേജറല്ല ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഈ ഒരു ഭാഗത്തൊന്നും എവിടെയും കാണിക്കാൻ കഴിയില്ല. അത് നമ്മൾ ഗ്യാരണ്ടി തരാം. ഇതൊക്കെ പക്കയാണ്. പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ പക്കയാണ് വരുന്നത് കേട്ടോ. ഈ ഒരു ഡോർ റീപ്ലേസ് ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു സൈഡ് ഭാഗം നമ്മൾ കാണിച്ചു തരുന്നത്. വേറെ ഫ്രണ്ട് ഗ്ലാസോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് റീപ്ലേസ് ഇല്ല. അതേപോലെ 2018 ഏറ്റവും ടോപ്പ് എൻഡ് സെഡ് വേരിയൻ്റാണ് വരുന്നത്. ഓട്ടോമാറ്റിക്കാണ് വരുന്നത് കേട്ടോ. 2.8 ആണ് വരുന്നത്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 90% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഇൻഷുറൻസ് പുതിയാണ് വരുന്നത് കേട്ടോ. ഈ വാഹനത്തിന് മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നിലവിലില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ബോഡി കാര്യങ്ങൾ നല്ലൊരു വാഹനം തന്നെയാണ്. അതേപോലെ ഇൻറ്റീരിയർ ഭാഗങ്ങളും ഈ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിലവിൽ മേജർ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഓവർ ടച്ചിങ്ങോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് ഏതൊരു ഭാഗത്തും കാണിച്ചു തരാൻ കഴിയില്ല. അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ബാക്ക് സൈഡും വരുന്നത് കേട്ടോ. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയതുകൊണ്ട് കമ്പനി സ്റ്റീരിയോ കൊടുക്കുന്നുണ്ട്. അതേപോലെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഡിക്കി കാര്യങ്ങൾ ആ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക കണ്ടീഷൻ തന്നെ വരുന്നത്. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ കേട്ടോ. ഈ ഒരു വാഹനം എടുത്തു കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ചെറിയൊരു വർക്ക് പോലും ഉണ്ടാവില്ല എന്നല്ലേ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോഴേ സെഡ് ഏറ്റവും ടോപ്പ് എൻഡ് ഓപ്ഷൻ ആയതുകൊണ്ട് പുഷ്പട്ട സ്റ്റാർട്ട് വരുന്നുണ്ട്. അതേപോലെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇലക്ട്രിക്കലാണ് വരുന്നത്. സീറ്റ് കവേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി സീറ്റ് കവറിനാണ് വരുന്നത് കേട്ടോ. കമ്പനി ഒറിജിനൽ ലെതർ സീറ്റ് കവറാണ് വരുന്നത്. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്. അതേപോലെ ടോപ്പിൽ
ടോപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. റൂഫും കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്. 70 മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വരുന്നത്. 7 സീറ്റ് വാഹനമാണ് ഈ 2 വാഹനങ്ങൾ വരുന്നത്. അതേപോലെ ഇതിൻ്റെ എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത്. ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല, ഗ്യാരണ്ടി തരാം. അതേപോലെ ബോണറ്റിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ പക്കയാണ്. എൻജിൻ റൂമൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ കേട്ടോ. ഈ വാഹനത്തിന്മേൽ 2018 Z ഓട്ടോമാറ്റിക്കുമ്പോൾ റീപ്ലേസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തുമില്ല, അത് നമുക്ക് ഗ്യാരണ്ടി തരാം. അതേപോലെ ഇതിൻ്റെ ഡിക്കി മാറിയിട്ടുണ്ട് കേട്ടോ. ഡിക്കി ഗ്ലാസ് മാറിയിട്ടില്ല, ഡിക്കി മാറിയിട്ടുണ്ട്. ഈ കമ്പനിയിൽ നിന്ന് ചെറിയൊരു സ്ക്രാച്ച് വരുമ്പോൾ തന്നെ അതിൽ ക്ലെയിമിൽ മാറുന്നതാണ്. ഒക്കെ കമ്പനിയിൽ നിന്ന് തന്നെ മാറിയിട്ടില്ല കേട്ടോ. വേറെ ഡിക്കിൻ്റെ ഈ ഭാഗത്തൊന്നും ഏതൊരു ഭാഗത്തും ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല, അത് ഗ്യാരണ്ടിയാണ്. ഡിക്കിൻ്റെ ഗ്ലാസ് ചേഞ്ച് ചെയ്തില്ല, ഈ ഡിക്കി മാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2018 ഏറ്റവും ടോപ്പ് എൻഡ് Z ഓപ്ഷന് ഓട്ടോമാറ്റിക്കലി വരുന്ന വാഹനത്തിന് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് കേട്ടോ. അതർ സ്റ്റേറ്റ് വാഹനമാണ്. കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് നമുക്ക് ഫൈനലായിട്ട് 19 ലക്ഷം റുപ്യ കൊടുക്കാം. ഈ വാഹനം നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെറിയൊരു വർക്ക് വരെ ഉണ്ടാവില്ല എന്നല്ലേ നമുക്ക് ഗ്യാരണ്ടി തരാം. സസ്പെൻഷൻ പരമായിട്ടോ എഞ്ചിൻ പരമായിട്ടോ ചെറിയൊരു വർക്ക് പോലും ഉണ്ടാവില്ല എന്നല്ലേ നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും. അതേപോലെ 2016 V ഓപ്ഷൻ വരുന്നത് നമ്മൾ കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് 14,50,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. ഈ വാഹനത്തിലും നിങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു വർക്കും ചെയ്യേണ്ടെന്നല്ലേ നമുക്ക് ഗ്യാരണ്ടി തരാം. മെക്കാനിക്കൽ പരമായിട്ടും സസ്പെൻഷൻ പരമായിട്ടും ഒരു വർക്കും ഉണ്ടാവില്ല എന്നുള്ള ഗ്യാരണ്ടി തരാം. ഈ വാഹനത്തിൻ്റെ രണ്ടിന് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്.